ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഈ കണവയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിന് കൂന്തലെന്നും അറിയപ്പെടും. അതിനുവേണ്ടി ഞാൻ 3 സവാളയാണ് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 2 തക്കാളി, 4 പച്ചമുളക്, 5-6 അല്ലി വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി എല്ലാം കൂടി ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തു. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി അതിലിട്ടൊന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റിയെടുക്കണം. കണവയ്ക്ക് അധികം വേവുള്ളതിനാൽ കുക്കറിലിട്ടൊന്ന് 3 വിസിൽ വരെ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് പച്ചമുളക് ചേർത്തതിന് ശേഷം ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് വഴറ്റിയെടുക്കാം. ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് ചേർക്കാം. ഇതിന് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടി തക്കാളി നല്ലതുപോലെ ഉടഞ്ഞു ചേരണം. നല്ല കൊഴുത്ത ഗ്രേവിയായി കിട്ടും. ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം 1 സ്പൂൺ കാശ്മീരി ചില്ലിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ കുരുമുളക് പൊടിയും 1/2 സ്പൂൺ ഗരം മസാലയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ചേർത്തത്. എല്ലാം കൂടി പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഉപ്പ് ചേർക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം കുക്കർ തുറന്ന് വേവിച്ച് വെച്ചിരിക്കുന്ന കൂന്തൽ അഥവാ കണവ അതിലേക്ക് ചേർക്കാം. കണവ കുക്കറിലിടുമ്പോൾ വെള്ളം ചേർക്കരുത്. ഇതിൽ തന്നെ വെള്ളമുണ്ട്. വെള്ളം നല്ലതുപോലെ ഇറങ്ങിയിട്ടുണ്ട്. ഈ വെള്ളമൊന്നും പറ്റട്ടെ. അടച്ച് വെച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില ചേർക്കാം. ഇഷ്ടമായെങ്കിൽ സാൾട്ടഡ് ബട്ടർ സൗദി കിച്ചൻ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ഇതുപോലുള്ള പെട്ടെന്നുള്ള റെസിപ്പികൾക്കായി സാൾട്ടഡ് ബട്ടർ സൗദി കിച്ചൻ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.